ഒരമ്മയുടെ ആർത്ത് കരച്ചിലാണ് നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്. ഇത് എല്ലാ ഇടവേളയിലും ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ടോക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചാറ്റ് ബോട്ടിനോട് ജസ്റ്റ് തൊട്ടടുത്ത സമയങ്ങളിൽ ഉണ്ടായ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കൊലപാതകങ്ങൾ ചോദിച്ചപ്പോൾ ഹരിയാനയിലെ ഒരു ഗോത്രത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരനെ ദളിത് പെൺകുട്ടി പ്രണയിച്ചതിൻ്റെ പേരിൽ ചുട്ടുകൊന്നതിൻ്റെ കഥകൾ കണ്ടു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ദളിത് യുവാവും ഉയർന്ന ജാതിക്കാരിയായ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ പേരിലുള്ള ഇഷ്യൂസ് കണ്ടു. തെലുങ്കാനയിൽ ഇതേ വിഷയം, ഭാര്യയുടെ പിതാവ് ഗുണ്ടകൾ ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരനെ കൊന്നതിൻ്റെ വാർത്തകൾ കണ്ടു. ഇങ്ങനെ ഉത്തർപ്രദേശിൽ ഇതുപോലത്തെ വിഷയങ്ങൾ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു. വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിധിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട, കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വിദ്യാസമ്പന്നനായ ഒരു പ്രൊഫസർ, അയാളുടെ ഭാഷയും ശൈലിയും, അയാൾ പഠിപ്പിച്ച കുട്ടികൾ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവർ പുറത്തു വന്ന് തുറന്നു പറഞ്ഞതിൻ്റെ വ്യത്യസ്തങ്ങളായ ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഗണത്തിൽപ്പെട്ടതാണ്. എവിടെ നിന്നാണ് ഈ ഒരു ജാതി ചിന്തയും നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു മനോനിലയും വരുന്നത് എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി വളരെ കൃത്യമായി ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന, മനുഷ്യരെ വർണ്ണത്തിൻ്റെയും ജന്മത്തിൻ്റെയും പേരിൽ വേർതിരിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ ഒരു മതകീയ അടിത്തറ സമ്മാനിച്ചുകൊണ്ട് തന്നെ മനുവിൻ്റെ നിയമങ്ങളെ സർവത്ര നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ വെളുത്തവർക്ക് വേറെയും കറുത്തവർക്ക് വേറെയും ചർച്ചുകളും ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ടായിപ്പോയൊരു ദീർഘമായ കാലഘട്ടമുണ്ട്. പൂർണ്ണമായും അതിൽ നിന്ന് ഇപ്പോഴും മോചിതരായിട്ടില്ല. ഇവിടെ നമുക്ക് അഭിമാനപൂർവ്വം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയാൻ കഴിയുന്നൊരു കാര്യം, ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള യാതൊരു വേർതിരിവുകളും ഇല്ലെന്നും ആ അർത്ഥത്തിൽ മനുഷ്യർക്കൊരു പ്രസക്തി നൽകാൻ പാടില്ലെന്നും വളരെ കൃത്യമായി, ഖണ്ഡിതമായി, കണിശമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. വളരെ ക്ലാരിറ്റിയുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കമൻ്റാണിത്. യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ സമൂഹങ്ങളും ഗോത്രങ്ങളും ഒക്കെയാക്കി വേറെ വേറെയാക്കി തിരിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ലോകത്തെ എല്ലാവരും ഒറ്റ രാജ്യത്തിൻ്റെ പേരിലും ഒറ്റ പ്രദേശത്തിൻ്റെ പേരിലും അറിയപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരുടെയും മുഖവും നിറവും നീളവും വണ്ണവും ഒക്കെ ഒരേപോലെ ആയിരുന്നെങ്കിൽ ആർക്കും ഒരാളെയും തിരിച്ചറിയാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ലായിരുന്നു. നമ്മൾ ട്വിൻസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ ഒരു 100 ആൾ ഒരേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പടച്ച റബ്ബലി തആറഫു, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്നാണ്. പിന്നെ മഹത്വം, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് രാജ്യങ്ങൾ, ഗോത്രങ്ങൾ, വർഗങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രായങ്ങൾ, രൂപങ്ങൾ ഒക്കെയാക്കി തീർത്തത് എന്നാണ് ഖുർആനിൻ്റെ ശക്തമായ സന്ദേശം. ഇനി ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുത്തും മഹത്വമുള്ളത്? ഒരാൾ വെളുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് അയാൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് പ്രത്യേക എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും സ്വീകാര്യൻ ആരാണ്? ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആളാണ് എന്നാണ്. ഇത് കേവലമായൊരു വർത്തമാനമായി പോവുകയല്ല ചെയ്തത്. ഇസ്ലാമിക ചരിത്രം അത് വളരെ മനോഹരമായി തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എത്യോപ്യക്കാരനായിരുന്നു. അന്നത്തെ യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് അറബികൾ യുദ്ധം ചെയ്ത് എത്യോപ്യയിലെ യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ട് മക്കയിലെ അടിമച്ചന്തയിൽ വിൽപ്പനച്ചരക്കായി, അങ്ങനെ അവിടുത്തെ ഒരു ധനികൻ്റെ വീട്ടിലെ അടിമയായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചകനെ ബോധ്യപ്പെട്ടപ്പോൾ ഒരു രാത്രിയിൽ പ്രവാചകൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് യാതൊരു ഭയം ഉണ്ടായില്ല. പ്രവാചകൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അറേബ്യയിൽ ആദ്യമായി താൻ മനുഷ്യൻ എന്ന നിലക്ക്
സ്വീകരിക്കപ്പെട്ടത്, അംഗീകരിക്കപ്പെട്ടത്, സുന്ദരനായ പ്രവാചകൻ തന്നെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത് എന്ന് അദ്ദേഹം തന്നെയും പിന്നീട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക സമൂഹത്തോടൊപ്പമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് വെറും കറുത്ത വർഗ്ഗക്കാരനായ ഒരു മുതലാളിയുടെ വീട്ടിൽ തൊഴിൽ ചെയ്യുന്ന അടിമയായി ജീവിക്കുന്ന വ്യക്തിയെ മനുഷ്യചരിത്രം ഓർക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രധാന സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മക്ക വിജയത്തിൻ്റെ അന്ന് ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ അർപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, വലിയ വലിയ ഗോത്രത്തിലെ വ്യത്യസ്തരായ വ്യക്തികളുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴ്പ്പെട്ടതിൻ്റെ പ്രഖ്യാപനം, തൗഹീദിൻ്റെ മനോഹരമായ ബാങ്കുലികൾ മുഴക്കാൻ അദ്ദേഹത്തെയാണ് നിയോഗിക്കുന്നത്. അദ്ദേഹം കഅബയിലേക്ക് പിടിച്ചു കയറാൻ കഴിയാതിരിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ തോള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിന് സമ്മതിക്കണില്ല. അദ്ദേഹം അവിടെ കയറി ബാങ്ക് വിളിക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ്. ഇതേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിഷമ ഭാവം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ബിലാൽ? അപ്പോൾ പ്രവാചകൻ്റെ അരികത്ത് വന്ന് ഇടറിയ സ്വരത്തിൽ അന്ന് ബിലാൽ പറഞ്ഞു, നബിയെ, അബൂദർ എന്നെ കറുത്ത ഉമ്മയുടെ മോനെ എന്ന് വിളിച്ചു. പൊതുവേ പ്രവാചകൻ്റെ ശൈലി എന്ന് പറയുന്നത് തെറ്റ് തിരുത്തുമ്പോൾ ആൾക്കൂട്ടത്തിൽ പൊതുവായി പറയാന്നുള്ളതാണ്. നിങ്ങൾ എന്തു മനുഷ്യരാണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു വ്യക്തിനെ മാത്രമായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു ഇൻഡിവിജ്വലിനെ, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കയർത്തുകൊണ്ട് തിരുത്തുന്ന രീതി പൊതുവെ പ്രവാചകൻ സ്വീകരിക്കാറില്ല. എന്നാൽ ഈ കാര്യത്തിൽ പ്രവാചകൻ തൻ്റെ ശൈലി മറ്റൊരു രീതിയിലാണ് സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞു, അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നക മ്രുഉൻ ഫീക ജാഹിലിയ, ഇന്നക മ്രുഉൻ ഫീക ജാഹിലിയ. നീ നമ്മളങ്ങ് മക്കയിൽ ഉപേക്ഷിച്ചവസാനിപ്പിച്ചു പോന്ന ആ ജാഹിലിയത്തിൻ്റെ അജ്ഞാനകാലത്തിൻ്റെ ഏറ്റവും വലിയ മ്ലേച്ഛതകളും തിന്മകളും നിന്റെ നെഞ്ചിൻ കൂട്ടിൽ നീ സൂക്ഷിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. ശരിയല്ല, നിന്റെ ഭാഷയ്ക്ക് പ്രശ്നമുണ്ട്. കറുത്ത ഉമ്മയുടെ മോനെ എന്ന നിന്റെ പ്രയോഗം നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റാണെന്ന് 1400 വർഷങ്ങൾക്കപ്പുറം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൾക്കൂട്ടത്തിൽ വെച്ച് അബൂദർ ഗിഫാരിനോട് പറയാണ് അല്ലേ. നിധിൻ രാജിനെ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയൊക്കെ നിരന്തരം ആക്രമിക്കുന്ന അവിടുത്തെ മേലാളവർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അധ്യാപകൻ, ആ അധ്യാപകൻ വായിക്കാതെ പോയതും ഈ പ്രവാചകനെയും ഈ പ്രവാചകൻ്റെ ചരിത്രത്തെയും തന്നെയാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ ഈഗോ അടിച്ചതൊന്നുമില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നു, ഒരു ശൈലിയിൽ പെട്ടെന്ന് വന്നു പോയതാണ്. അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ തൻ്റെ മുഖം വെച്ചു കൊടുത്തിട്ട് ആ മുഖത്ത് ചവിട്ടാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ എന്തെങ്കിലും പരിഗണനകളോ പ്രത്യേകതകളോ ഇല്ല. സൽമാനുൽ ഫാരിസി എന്ന വെളുവെളുത്ത സുന്ദരനായ മനുഷ്യനെയും ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുകറുത്ത കാപ്പിരി അടിമകളിൽപ്പെട്ട എത്യോപ്യക്കാരനായ മനുഷ്യനെയും തൻ്റെ 2 കൈകളിൽ ഒരുമിച്ച് നിർത്തി ഒരേപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടേക്ക് നയിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം പുറം നാടുകളിലേക്ക് വികസിക്കുകയും അറേബ്യൻ ലോകത്തു നിന്ന് ഇസ്ലാം പ്രചരിക്കുകയും ചെയ്യുമ്പോൾ അറബികളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഞങ്ങൾ അറബികളാണെന്നുള്ളൊരു പ്രത്യേക ബോധം വരാതിരിക്കാൻ, ലാ അഫ്ളല ലി അറബിയ്യിൻ അല അജമിയ്യിൻ, ഒരു അനറബിയെക്കാളും അറബിക്കോ എന്തെങ്കിലും പ്രസക്തി ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദേശത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലുമുള്ള എല്ലാത്തരം വിഭാഗീയ ചിന്തകളെയും അടിച്ചമർത്തിയത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം അറേബ്യൻ ദേശങ്ങൾ വിട്ട് പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളിലേക്ക് വികസിക്കുന്ന ഒരു ഘട്ടത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വഹയിൻ്റെ സന്ദേശം വളരെ മനോഹരമായി പറയുന്നുണ്ട്. ലാ ഫദ്ല ലി അറബിയ്യിൻ അല അജമിയ്യിൻ, ഒരു അറബിക്കും അനറബിയേക്കാൾ പ്രസക്തിയില്ല. വലാ ലി അജമിയ്യിൻ അല അറബിയ്യിൻ, ഒരു അനറബിക്കും ഒരു അറബിയേക്കാളും പ്രസക്തിയില്ല. വലാ ലി അഹ്മറ അല അസ്വദ വലാ ലി അസ്വദ അല അഹ്മറ ഇല്ലാ ബിത്തഖ്വ, ഒരിക്കലും ഒരു വെളുത്തവനോ ഒരു കറുത്തവനോ ഒന്നും ഒരു തൊലി നിറത്തിൽ ഉള്ള വ്യത്യാസങ്ങളുടെ പേരിൽ ഒരു പ്രസക്തിയോ അപ്രസക്തിയോ ഇല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു ഭാഗം സൂറത്ത് ഹുജറാത്താണ്.
ഈ പറയുന്ന പ്രൊഫസർമാരൊക്കെ ഒറ്റത്തവണ വായിച്ച് അല്ലേ ഒരു പശ്ചാത്തപിക്കേണ്ട ബോധ്യം കൊടുക്കുന്ന വല്ലാത്തൊരു സൂറത്താണ്. എന്താണ് അതിൽ നമ്മൾ കാണാം, യാ യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. ഒരു ജനതയും മറ്റൊരു ജനതയെ കളിയാക്കാൻ നിൽക്കരുത്. എന്താ അറിയോ അതിൻ്റെ കാരണം എന്താ അറിയോ? നിങ്ങൾ കളിയാക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളെക്കാളും ഭയങ്കര പ്രസക്തനായിരിക്കും. അയാളുടെ മുഖത്തെ മൂക്കിൻ്റെ ഒരു കുഴപ്പം കൊണ്ടോ, അയാളുടെ നീളത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാളുടെ നിറത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാൾ ജനിച്ച ജാതിയുടെ പ്രശ്നം കൊണ്ടോ ഒക്കെ നിങ്ങൾ അയാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കളിയാക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളെക്കാളും പ്രസക്തരായിരിക്കുന്നതാണ് ഖുർആനിൻ്റെ പ്രയോഗം. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ അവർക്ക് ഇരട്ടപ്പേര് കൊടുക്കരുത് എന്നാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ്. മാത്രമല്ല ഒരാളെ അയാളുടെ അസാന്നിധ്യത്തിൽ പോലും അയാളെപ്പറ്റി ഒന്നും പറയരുതെന്നാണ്. ഗീബത്ത്, നമീമത്ത് ഒക്കെയുള്ള പദങ്ങൾ ഇസ്ലാം വിമർശകരടക്കമുള്ളവർ പഠിക്കണം. എന്താ, ഒരാളുടെ ഉള്ള കാര്യങ്ങൾ തന്നെ അയാളെക്കുറിച്ച് പറയുന്നതിനെ പ്രവാചകൻ ശകാരിച്ചു. അയാൾക്കുള്ള കുഴപ്പമാണെങ്കിൽ പോലും അത് നിങ്ങൾ പറയേണ്ടതില്ല, ഇല്ലാത്തതാണെങ്കിൽ അത് കളവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു. അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തിൻ്റെ പച്ചമാംസം തിന്നുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരാളെ ബോഡി ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വയറുമെന്നും കയ്യുമെന്നും മുഖത്തു നിന്നൊക്കെ ഓരോ കഷ്ണം എടുത്തിട്ട് വായിലേക്കിട്ട് ചമച്ച് തിന്നോ? അതിന് തയ്യാറുള്ളവർ അവരുടെ അഴിബുകൾ, കുറവുകളും പോരായ്മകളൊക്കെ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തെ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ നോക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിലുടനീളം ഒരു വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ, മാന്യതയെ സംരക്ഷിക്കുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ കഅബാലയത്തെയും ഒരു വ്യക്തിയുടെ അഭിമാനത്തെയും രക്തത്തെയും ഒക്കെ ഒരേപോലെ പ്രവാചകൻ പരിഗണിച്ചു. ഈ ദിനത്തിന്, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ അറഫാ ദിനത്തിൻ്റെ മഹത്വം പോലെയാണ് ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെ ഇടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. ഇത് വിശ്വാസി സമൂഹം പഠിക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ്, ഇത് മറ്റുള്ളവർക്ക് അറിയിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള വിവാദങ്ങളും വിഷയങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ എടുത്തുയർത്തിക്കൊണ്ടാണ് അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.